പൂജവെപ്പെന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തുകാർക്ക് മെയിൻ പൂജപ്പുരയാണ്. അങ്ങനെ പൂജ എടുക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഞാനും കിരൺചേട്ടനും കൂടെ പൂജപ്പുര വരെ പോയി. ബ്ലോക്കിലൊക്കെ നിന്ന് വന്നതല്ലേ, അപ്പോൾ വന്ന ഉടനെ ഇതൊരെണ്ണം മേടിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അന്നവിടെ. ഞങ്ങൾ വരുന്നതിന് മുന്നേ ഒരു കാര്യം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തായാലും ഈ ജയന്റ് വീല് കയറുമെന്ന്. ചെന്ന പാടെ ഇതിൻ്റെ ക്യൂലാട്ടോ കയറി നിന്നത്. ക്യൂ ആണെങ്കിൽ അറ്റം കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഇച്ചിരി പാട് പെട്ടു, അത്ര തിരക്കുണ്ടായിരുന്നു. ഇതിലോട്ട് കയറാനുള്ള ക്യൂ കാരണം കിരൺചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു, വേണോ? ഞാൻ പറഞ്ഞു എന്തായാലും വേണം, ഈ വട്ടം കയറിയിട്ട് പോയാൽ മതി. അങ്ങനെ 1.5 മണിക്കൂർ ക്യൂവിൽ നിന്ന് ഞങ്ങളും കയറി. ഈ കുരങ്ങനെ കണ്ടപ്പോഴേ എൻ്റെ എന്തെങ്കിലും മുഖച്ഛായ തോന്നിയായിരുന്നു. കിരൺചേട്ടൻ പറഞ്ഞു ഡിട്ടോ നിന്നെ പോലെ ഉണ്ടെന്ന്. ഞങ്ങളുടെ കൂടെ കയറിയത് ഒരു അച്ഛനും മോളും ആട്ടോ. അതിലാ കുട്ടി ഒരു കവർ നിറയെ ഇങ്ങനെ പേപ്പർ കീറിയത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും മുകളിലെത്തുമ്പോൾ ഇതേപോലെ എറിഞ്ഞു കളിക്കാനാണെന്ന്. കൂടെ സപ്പോർട്ട് ചെയ്യാൻ അച്ഛനുണ്ടായിരുന്നു കേട്ടോ. അച്ഛനാട്ടോ എറിയാൻ വേണ്ടി ഫ്രണ്ടിലുണ്ടായിരുന്നത്. ഇതൊക്കെയല്ലേ ഒരു എന്റർടൈൻമെന്റ്. കണ്ടോ അടുത്തത് വരെ എറിയുന്നത്. വിളിച്ചത് ഞങ്ങളല്ല കേട്ടോ, അപ്പുറത്തിരുന്ന ആരോ ആണെന്ന് തോന്നുന്നു. കയറി ഏകദേശം ഇറങ്ങാറാവുന്നതുവരെയും ഞാൻ സമാധിയായിരുന്നു കേട്ടോ. കണ്ണടച്ചെന്നെ ഇരുന്നു, എനിക്കൊന്നും കാണണ്ട. വ്യൂ ഇപ്പം കാണാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാമല്ലോ, ആ ഒരു രീതിയിലാട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത്. എൻ്റെ ബുദ്ധിയല്ലേ. ഏകദേശം കഴിയാറായപ്പോൾ ഞാൻ ബാക്കിലോട്ടൊന്ന് ക്യാമറ തിരിച്ചു കേട്ടോ. അടിപൊളിയല്ലേ കാണാനായിട്ട്. നോക്കിക്കേ എന്ത് തിരക്കാണ് ഇവിടെയെന്ന്. അങ്ങനെ ഈ വർഷത്തെ ജയന്റ് വീൽ റൈഡ് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വർഷവും ഇവിടെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും റൈഡ് അടിപൊളിയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന അച്ഛനും മോളും നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു രണ്ടുപേരും. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇറങ്ങാറായി. ഗേറ്റ് തുറന്ന് ഇറങ്ങിയപ്പോൾ ആ കമ്പി കയറി ഒറ്റയടി എൻ്റെ തല. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ മൈൻഡ് ചെയ്തില്ല, കാരണം ചുറ്റിനും ആൾക്കാരാണല്ലോ. ചമ്മോ പിന്നെ ഞങ്ങൾ പോയി. അപ്പോൾ ഓക്കെ, ബായ്.